കേരള സർവകലാശാലയിലെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായ വ്യാജ ജാതി അധിക്ഷേപ പരാതി റദ്ദാക്കി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദന്റെ പരാതിയാണ് കമ്മീഷൻ റദ്ദാക്കിയത്. SFI ജില്ലാ സെക്രട്ടറി അദാലത്തിൽ ഹാജരാകുകയോ പരാതിയെ സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തില്ല. പിന്നാലെ പരാതിയിലെ തുടർ നടപടികൾ കമ്മീഷൻ അവസാനിപ്പിക്കുകയായിരുന്നു. ജനം ബ്രേക്കിംഗ്. കേരള സർവകലാശാലയിൽ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വിനോദ് കുമാർ TG നായരും PS ഗോപകുമാറും ജാത്യാധിക്ഷേപം നടത്തിയെന്ന SFI ജില്ലാ സെക്രട്ടറി MA നന്ദന്റെ പരാതിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റദ്ദാക്കിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ അദാലത്തിൽ ഹാജരായി തെളിവുകൾ നൽകാൻ SFI ജില്ലാ സെക്രട്ടറിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വ്യാജ പരാതിയിൽ തെളിവ് നൽകാൻ കഴിയാതെ വന്നതോടെ ജില്ലാ സെക്രട്ടറി അദാലത്തിൽ ഹാജരാകാതെ മുങ്ങി. ഇതോടെയാണ് പരാതിയിലെ തുടർ നടപടികൾ കമ്മീഷൻ അവസാനിപ്പിച്ചത്. പരാതിയിൽ പരിശോധന നടത്തിയ കന്റോൺമെന്റ് പോലീസ് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നറിയിച്ചിട്ടും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ തെളിവെടുപ്പിന് ശ്രമം നടത്തിയെന്നതാണ് കൗതുകകരം. പോലീസ് അന്വേഷണത്തിൽ ജാത്യാധിക്ഷേപം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടും കമ്മീഷൻ നേരിട്ട് തെളിവെടുപ്പ് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ കമ്മീഷന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്കൃതം അറിയാത്ത SFI നേതാവിന് സംസ്കൃതത്തിൽ PhD നൽകിയതുമായി ബന്ധപ്പെട്ട് നവംബർ 12 ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ ഇടത് സെനറ്റ് അംഗങ്ങളും ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളും തമ്മിൽ മുദ്രാവാക്യം വിളികളും വാക്കേറ്റവും നടന്നിരുന്നു. ഇതിന് പിന്നാലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജാതി പരാമർശം നടത്തിയെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ വ്യാജ പരാതി. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.